നായസ്നേഹം പറയുന്നവർ തെരുവിലെ നായകളെ ദത്തെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് നായവിരോധികളായ ചില മനുഷ്യസ്നേഹികൾ ചോദിച്ചല്ലോ. ഇതാ സന്നദ്ധ പ്രവർത്തകർ കൊച്ചിയിൽ അത് നടപ്പാക്കി. തെരുവ് നായകളെ നേരിട്ട് ദത്തെടുക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് അതിനെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഓരോ ബെൽറ്റും ധരിപ്പിച്ച് നല്ലൊരു ന്യൂജൻ പേരുമിട്ട് അണിനിരത്തിയപ്പോൾ അനാഥരായ തെരുവ് നായകളെല്ലാം സനാഥരായി. കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മൃഗങ്ങൾക്ക് മാത്രം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മനുഷ്യർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ എന്റെ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് ഒരു വോക്കലായ ശബ്ദം വേണം. Darling? Yes, madam. What? Hey, not you, stupid. Sorry, misunderstood, ma'am. ഒരു ദിവസം ഏതു നായ്ക്കും ടൈം വരും, അത് മുതുക്കൻ പഴം ചൊല്ലു. കുഴലിലിട്ടാൽ വാല് താനേ നിവർന്നു വരോ, അത് മുടന്തൻ ന്യായം പുല്ല്. ഇന്റർനാഷണൽ ലേഡിയുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് അവർ ഇവിടെ കേരളയിൽ വന്ന് കേരളയിലുള്ള തെരുവ് നായകൾ തുടങ്ങി. വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. പക്ഷെ ഇന്നും അവരുടെ പാഷൻ ഫോർ ആനിമൽ നെവർ എവർ ഡൈസ്. ഒരു മിനിറ്റ് മാഡം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. മാഡം ധൈര്യമായിട്ട് പോയിട്ട് വരണം. Anisa, oh my darling, I'm going to miss you badly. What is sentiments? നിനക്ക് വിസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടുപോയേനെ. വേർപാടിന്റെ വേദന. സ്വന്തം അമ്മ മരിച്ചപ്പോ പോലും മാഡം ഇങ്ങനെ കരഞ്ഞിട്ടില്ല. She is my heart. ആയിക്കോട്ടെ. ആദ്യത്തെ അഡോപ്ഷൻ നടക്കുകയാണ്. ഇവിടെ എല്ലാവരും സമൂഹത്തിനോട് ഇത് കൊടുക്കുന്നു. പെൺകുട്ടിക്ക് പേരിട്ടോ? പേരിടണം. What? Did you call her പട്ടി? പറ്റിപ്പോയി മാഡം, സോറി, ഇനി ആവർത്തിക്കില്ല. പട്ടി പട്ടി നിന്നെ പട്ടി എന്നല്ലാതെ പിന്നെ എന്താടി വിളിക്കാ പട്ടി? വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. നീ സുലൈമാനല്ല, ഹനുമാനാണ്. വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ നല്ലതു തന്നെ, വീണ്ടും കൊണ്ട് തെരുവിൽ കളയരുത്. നായ വിപണനത്തിൻ്റെ വിപണി മനസ്സിലാക്കുന്നവർക്ക് ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി ഇതേ സമയം. നന്ദി, നമസ്കാരം.